ചെറുതല്ല, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഡിസ്ചാർജ് ആയി പോകും. ഇത്രയും വലിയ സാധനം വയ്ക്കുക. ശക്തമായ പരിശോധന, ശക്തമായ നടപടി ഉണ്ടാവും. അതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഉറപ്പും കിട്ടിയിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ്റെ പുറത്തു നിന്നും പലരും കൊണ്ടുവന്ന് കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള പല കുളങ്ങളിലും നദികളിലും ഈ സെപ്റ്റി വേസ്റ്റ് ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു വാഹനത്തെ ഞങ്ങൾ പിടിച്ചു. അതിനുവേണ്ടി ഞാൻ ഞങ്ങളുടെ അന്നത്തെ സ്ക്വാഡിൻ്റെ ശ്രീ കണ്ണൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സ്ക്വാഡിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇവരൊക്കെ വലിയ പിടിപാടുള്ളവരും അതുപോലെ തന്നെ ഗുണ്ടായിസം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഒരേ സ്ഥലത്ത് തന്നെ തട്ടുന്നു. അവിടുത്തെ മതിലിടിച്ച് പൊളിച്ചു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ തട്ടി വീഴ്ത്തിയ അയാൾ ആസ്പത്രിയിലാണ്. ഈ വണ്ടി രാത്രി സമയത്ത് വന്നപ്പോൾ റോട്ടിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ മെക്കെട്ട് കൊണ്ടുവരുന്നൊരവസ്ഥ. അപ്പോൾ വളരെ അപകടമായൊരവസ്ഥയിലാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളതിനെക്കുറിച്ച് പഠിക്കാനും എന്താണ് നടന്ന സംഭവത്തെക്കുറിച്ചും ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ SIയുടെ FIRൻ്റെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഇവർ 2 പേരെ റിമാൻഡ് ചെയ്യാൻ പോവാണ്. റിമാൻഡ് ചെയ്യും, വണ്ടി കോടതിക്ക് കൊടുക്കും. ഇതുപോലെ കിട്ടുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെയും അതുപോലെ വാഹനത്തിൻ്റെയും പെർമിറ്റും ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ശക്തമായ പരിശോധന, ശക്തമായ നടപടി ഉണ്ടാവും. അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഉറപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകാം.